അപ്പോൾ ഇത് JEE എക്സാമിൻ്റെ സെക്കൻഡ് ഡേ ഷിഫ്റ്റ് 2 കടന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഏറ്റുമാനൂർ തവളക്കുഴിയിലുള്ള സെൻറ്ററിലാണ്. അപ്പം വിദ്യാർത്ഥികളൊക്കെ ഇറങ്ങി വരുന്നു. അപ്പോൾ ആദ്യം എത്തിയേക്കുന്ന 2 പേരാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പൊതുവെ എളുപ്പം തന്നെയായിരുന്നു. കഴിഞ്ഞ 2 ഷിഫ്റ്റിൻ്റെ റിവ്യൂ പോലെ തന്നെയാണ്. ഫിസിക്സ് കെമിസ്ട്രി കൂടുതൽ എളുപ്പം, മാത്സ് ലെങ്തി ആണ്. എളുപ്പം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ട് വരും ചില ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇനോർഗാനിക് ഒക്കെ വളരെ ഡയറക്റ്റായിട്ട് NCERT എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. 1 ലൈൻ ചോദ്യങ്ങളാണ് മിക്കതും. സോ പെട്ടെന്ന് തന്നെ കിട്ടും. കാരണം ടൈമിൻ്റെ പ്രശ്നം വരുന്നില്ല. ഫിസിക്സും കെമിസ്ട്രിയും പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. അതുകൊണ്ട് മാത്സിന് ടൈം കൊടുക്കാം. മാത്സിന് കൂടുതൽ ടൈം കിട്ടും. കുഴപ്പമില്ല. എങ്ങനെയായിരുന്നു? ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നുള്ളൂ അതോ? മാത്സ് പൊതുവേ എല്ലാത്തിനെയും കൺസെപ്റ്റ് സിമ്പിളാണ്, അധികം ട്രിക്കി കൺസെപ്റ്റ്സ് ഇല്ല. പക്ഷേ ലെങ്ത് പോകുമ്പോൾ കുറച്ച് കൂടും. സോ ചെയ്തെത്തിക്കാൻ കുറച്ച് ടൈം എടുക്കും. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? എളുപ്പമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പമായിരുന്നു. മാത്സ് സിമ്പിൾ കോൺസെപ്റ്റ്, പക്ഷേ എഴുതാൻ കുറേ നേരം എടുക്കും. പിന്നെ ചെയ്ത് കഴിയുമ്പോൾ കുറേ നേരം കാൽക്കുലേഷൻ എടുക്കുന്നതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് പോകാൻ തോന്നും, പക്ഷെ എഴുതിപ്പോവും. പിന്നെ സമയം മാനേജ്മെൻറ്റ് കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രി ഒരു 1.5 മണിക്കൂർ തീർന്നു. പിന്നെ മാത്സ് ഒരു 1.25 മണിക്കൂർ തീർന്നു. വലിയ കുഴപ്പമുണ്ടായിരുന്നു. ചാപ്റ്റർ വൈസ് ഒന്ന് പറയാമോ? ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ്? പ്രാക്ടിക്കലിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വന്നു. പ്രാക്ടിക്കൽ ഓർഗാനിക്കിനും ഇൻഓർഗാനിക്കിനും. പിന്നെ ഇൻഓർഗാനിക്കിന് ആവശ്യത്തിന് വെയിറ്റേജ് ഉണ്ടായി. ഓർഗാനിക് 2-3 ക്വസ്റ്റിനേ ചോദിച്ചുള്ളൂ. പിന്നെ ഫിസിക്സ് എല്ലാ ചാപ്റ്ററും ഈക്വലി കവർ ചെയ്തു, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മാത്സും അത് തന്നെ, ജോമെട്രിയിൽ നിന്ന് 3 ക്വസ്റ്റിനും പിന്നെ 3D നിന്ന് 1 ക്വസ്റ്റിനും അത്ര ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ എക്സാം എളുപ്പമായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി കൂടുതൽ എളുപ്പമായിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ കുഴപ്പമില്ലാതെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആദ്യത്തെ പ്രതികരണം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പൊതുവെ ഈസി ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയുടെയും നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെജോറിറ്റി. ഫിസിക്സും കെമിസ്ട്രി ഈസി ആയിരുന്നു. നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ടൈമും വലിയ പ്രശ്നമായിട്ട് തോന്നില്ല, പക്ഷേ മാത്സ് മെജോറിറ്റി ലെങ്തി ആയിരുന്നു, കുറേ ചെയ്തെടുക്കേണ്ടതുണ്ടായിരുന്നു. അത് കാരണം ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നേ പറയാം. മാനേജ് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇതും ഓവറോൾ ഈസി എക്സാം തന്നെ, പക്ഷേ മാത്സിന്റെ ടഫ്നെസ് കാരണം കുറച്ച് ഇതായിരുന്നു. ഫിസിക്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് NCERT കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒരു 2-3 ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഡയറക്റ്റ് ന്യൂമറിക്കൽ ബാക്കിയെല്ലാം ഡയറക്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെ. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. കുറച്ചുകൂടി ഈസി ലെവലിലായിരുന്നു. മാത്സ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറെ സമയം എടുത്തായിരുന്നു. മെജോറിറ്റി സമയം മാത്സിനാണ് പോയത്. 3 മണിക്ക്. ഓക്കെ. ഫിസിക്സ് നമുക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ്. സാർ എങ്ങനെയാ മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാം? പുള്ളി ഇവിടെ റെസിഡൻഷ്യൽ ബാച്ച് ആണല്ലോ KE സ്കൂളിലെ. അപ്പോൾ അങ്ങനെ എക്സാം ആയതുകൊണ്ട് കൂടെ വന്നതാണ്. നമ്മളൊരു സപ്പോർട്ട് വന്നതിന് ശേഷം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എല്ലാം വളരെ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഇവിടെ ഇതിൻ്റെ നോക്കുന്ന സൂപ്പർവൈസർ മറ്റ് ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ആസ് പെർ അവർ NTA പറഞ്ഞ എല്ലാ ഡോക്യുമെൻസും എല്ലാം ആയിട്ടിരുന്നു. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ സ്മൂത്തായിട്ട് തന്നെയാണ് എക്സാമിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോയത്. ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന്. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. പ്രതീക്ഷിച്ച അത്രയും ടഫ്നെസ് ഇല്ലായിരുന്നു. മാത്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസത്തേലും കുറച്ചും കൂടി ലെവൽ കൂടിയിട്ടുണ്ട്. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും നല്ല ഈസി ആയിരുന്നു. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും അത്യാവശ്യം എല്ലാം ടോപ്പിക്ക് കവർ ചെയ്ത് തന്നെയാണ്. ടോപ്പിക്കാണ് കൂടുതലും വന്നതെന്ന് പറയാം. സോൾട്ട് അനാലിസിസ് കെമിസ്ട്രിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിൽ എല്ലാ പോർഷൻസിൽ നിന്നും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു. ഫിസിക്സിൽ അല്ലേ? മാത്സിലോ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ചെയ്യാൻ പറ്റുന്നതും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നോ? മാത്സിന് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യും. എന്നാലും ഓക്കെ ആയിരുന്നു അല്ലേ? ഓവറോൾ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ടൈം മാനേജ്മെന്റ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ. എങ്ങനെയായിരുന്നു മോനെ? ഓവറോൾ എളുപ്പമായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നോ? സമയമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റിയോ? സമയമൊക്കെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റി. മാത്സ് ഇതേപോലെ കുറച്ച് ലെങ്തി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ച് ചെയ്താൽ അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഇന്നലത്തെയൊക്കെ ഒരു പാറ്റേൺ ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നല്ലേ? ഇൻഓർഗാനിക്കും സോൾട്ട് അനാലിസിസും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയായിരുന്നു. അതേപോലെ തന്നെ ആയിരുന്നു. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും ഓവറോൾ ഈസി തന്നെയായിരുന്നു. എവിടെ സ്ഥലം? എവിടെ? പാലക്കാട് അല്ലേ? മോൻ്റെ പേരാണ് ഹാറൂൻ. സ്ഥലം? പാലക്കാട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, ഓവറോൾ ഈസി ആയിരുന്നു. പിന്നെ ഇന്നലത്തെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇൻഓർഗാനിക്കിനും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്യാവശ്യം ഓർഗാനിക്കിനും കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈസി ആയിരുന്നു, കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു. മാത്സിന് കൂടുതൽ സമയം എടുത്തോ? മാത്സിനാണ് കുറച്ച് ടൈം എടുത്തത്. എന്നാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്
അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. നല്ല മോനെ പേരെന്നാ? ജോർജ് കുട്ടി സോമി. എവിടെ സ്ഥലം? കോതമംഗലം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം സാധാരണ പോലെ തന്നെ എളുപ്പമായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത്തിരി ലെങ്തി ആയിരുന്നു. അത് അപ്പം കഴിഞ്ഞ ദിവസത്തേക്ക് പോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഫിസിക്സ് എങ്ങനെയായിരുന്നു? ടോപ്പിക് വൈസ് ഏതായിരുന്നു കൂടുതൽ ചോദിച്ച? കെമിസ്ട്രി ഒക്കെ? കെമിസ്ട്രി ഒക്കെ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ഏകദേശം. ഇനോർഗാനിക് കൂടുതൽ, അത് ഓർഗാനിക്കുന്നായിരുന്നു കൂടുതൽ? സാൾട്ട് അനാലിസിസ് ഒരു 3 ചോദിച്ചു, അതല്ലാതെ ബാക്കിയെല്ലാം ഈക്വൽ വെയിറ്റേജ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഹാളിൽ? കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് പോയോ? അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. പിന്നെ അവർ ആദ്യം ഒരു 6 പേപ്പർ കയ്യിൽ തരും. അപ്പോൾ അത് നമ്മൾ തീർന്നു പോയാൽ വീണ്ടും ചോദിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേന് തീർന്നു പോയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എഴുതി തീർത്തല്ലേ? അത്യാവശ്യം. ഓക്കെ, അപ്പോൾ വേറെ പേപ്പർ കിട്ടാനായിട്ട് താമസം കാര്യങ്ങളൊന്നും വല്ലതും ഉണ്ടായോ? ഇല്ല അത് ചോദിച്ചാൽ അപ്പോൾ തന്നെ കിട്ടിയല്ലേ? ഓക്കെ, അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ഉണ്ടായോ? ഇല്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാനൊക്കെ പറ്റുമോ? മാത്സ് ഒക്കെ കൂടുതലും ടൈം കൺസ്യൂം ചെയ്തല്ലോ. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ വേഗം തീർക്കാൻ പറ്റി. മാത്സിന് 2 മണിക്കൂർ കിട്ടി, അതും തികഞ്ഞില്ല. ചെയ്യാൻ തീർന്നിട്ടില്ല. 2 മണിക്കൂറും കിട്ടിയിട്ട് തീർന്നില്ല. അപ്പോൾ എങ്ങനെയായിരുന്നു ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ? കുറച്ച് കൂടുതൽ സമയം വായിച്ച് നോക്കേണ്ട ടൈപ്പ്, ലെങ്തി ടൈപ്പ് ആയിരുന്നോ? മാത്സ് കൂടുതലും അങ്ങനെ തന്നെയാണ്. ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വേഗം മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് തന്നെയായിരുന്നു. പേരെങ്ങനെയായിരുന്നു മോൻ്റെ? എബിൻ. എവിടെ സ്ഥലം? സ്ഥലം ഇടുക്കി. കൃഷ്ണപ്രകാശ്, പാലക്കാട്. ടീനു മാത്യു, എറണാകുളം അല്ലേ? 3 വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സാമിൻ്റെ എക്സ്പീരിയൻസ് പറയാമോ? അത്യാവശ്യം മോഡറേറ്റ്, വലിയ പാടുമല്ല എന്നാൽ വലിയ എളുപ്പമല്ലായിരുന്നു. അത്യാവശ്യം PYQ ഒക്കെ മാക്സിമം ചെയ്തുകൊണ്ട് ഒരു ഐഡിയ കിട്ടി. ശരിക്കും 2023 PYQ നമുക്ക് ഈ ലൈനിൽ ഉണ്ടായിരുന്ന ആ ഷിഫ്റ്റ് അത്യാവശ്യം മിക്കത് എഴുതാൻ പറ്റി. അപ്പം അതിൻ്റെ ഒരു നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. ടൈം മാനേജ്മെൻ്റ് ആണേലും ടൈം ഡിവൈഡ് ചെയ്യാനൊക്കെ ശരിക്കും പറ്റിയല്ലേ? അപ്പം ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആദ്യമായിട്ട് ആയതൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫീൽ ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെയായിരുന്നോ? ഫിസിക്സ് താരതമ്യേന എളുപ്പമായിരുന്നു. 2023 ആ ഒരു ലെവൽ തന്നെ പറയാൻ പറ്റും. കെമിസ്ട്രിക്ക് വരുമ്പോൾ ഈ ന്യൂമറിക്കൽ സൈഡ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ലൈക്ക് ഫിസിക്കൽ കെമിസ്ട്രി വന്നിരിക്കുന്ന ന്യൂമറിക്കലിലായിരുന്നു കൂടുതൽ. MCQയിൽ അധികം വന്നിട്ടില്ല. പിന്നെ MCQയിൽ മെയിനായിട്ട് വന്നിരിക്കുന്ന ഓർഗാനിക്കും ഇൻഓർഗാനിക്കുമാണ്. അതിൽ രണ്ടും ഏകദേശം ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഫിസിക്കൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നൊക്കെ ഒരു ചോദ്യമോ 1 or 2 ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മാത്സ് പതിവ് പോലെ തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലൈക്ക് പെട്ടെന്ന് ഓടിച്ചു പോകുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും. ലൈക്ക് വെക്ടർ 3D അങ്ങനത്തെ കുറച്ച് എളുപ്പം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഫിസിക്സിലേക്ക് എനിക്ക് അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് അധികം ഒന്നും തോന്നിയിട്ടില്ല. കെമിസ്ട്രി ആയിരുന്നു, എനിക്ക് ന്യൂമറിക്കലായിരുന്നു കെമിസ്ട്രിയിലെ ചാലഞ്ചിങ്. എങ്ങനെയുണ്ടായിരുന്നു മോനെ? ഇതിപ്പോൾ എല്ലാ PYQ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ആ പാറ്റേൺ അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ ആ സെയിം പാറ്റേൺ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. PYQ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അതെ, വൃത്തിക്ക് പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ PYQ തീർക്കണം. അങ്ങനെയാണെങ്കിൽ ആ ചാപ്റ്ററിന് വന്ന് എല്ലാ ചോദ്യം ചെയ്യാൻ പറ്റും. അത്ര അപ്പോൾ നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റിയല്ലേ? അതെ. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ പ്രൊഫസർ കിഷോർ സാർ ഫിസിക്സ് ലൈക്ക് എനിക്ക് ആദ്യം കുറച്ച് പണിയായിരുന്നു. മീൻസ് പ്രിപ്പറേഷൻ്റെ തുടക്കത്തിൽ കുറച്ച് പണിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ റെഫറൻസിൽ കിഷോർ സാർ ഇത് ശരിക്കും ലൈക്ക് എനിക്കൊരു മെൻഷൻ കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കിഷോർ സാർ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡൗട്ടൊക്കെ നല്ലപോലെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ ട്രിക്സും ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ലൈക്ക് എനിക്ക് ഒരു സ്പെഷ്യൽ മെൻഷൻ കിഷോർ സാർ.